നമ്മൾ ഈ ഉലൂഹിയത്തിൻ്റെ ഷെയർ ചേരുന്ന തിരക്കിലാണ്. നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സമ്പത്ത് വിശുദ്ധമായിരിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അഥവാ ഞാൻ ഇത്രയും നേരം സംസാരിച്ചതൊക്കെ ഉലൂഹിയത്തിന് ഷെയർ ചേർന്ന് 10,000 രൂപയുടെ വിശുദ്ധിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് എന്ന് ധരിക്കരുത്. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണുന്ന ഹലാലായിരിക്കണം എന്ന് നമുക്ക് വാശിയുള്ള രണ്ട് മൂന്ന് സംഗതിയാണ്. നമ്മൾ വാങ്ങുന്ന കോഴിയിറച്ചി ഹലാലാകണം, നമ്മൾ വാങ്ങുന്ന പോത്തിറച്ചി ഹലാലാകണം, നമ്മൾ വാങ്ങുന്ന ആട്ടിറച്ചി ഹലാലാകണം എന്ന ഒരു വാശി നമുക്ക് കൂടുതലുണ്ട്. വേറെ ഒന്നിനും ഇത് ഹലാലാകണമെന്നുള്ള ഇതില്ലല്ലോ. അങ്ങനെ ഹലാൽ നിർബന്ധമുള്ളത് കൊണ്ടാണല്ലോ ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ ടിന്നിൻ്റെയും ബോട്ടിലിൻ്റെയും പുറത്ത് ഹലാൽ സ്റ്റിക്കർ വരുന്നത്. അതുകൊണ്ടല്ലേ അത് ഹലാലാകണമെന്ന് നമുക്ക് വലിയ നിർബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ പക്ഷെ അത് ഹലാലാകണമെങ്കിൽ അത് അർത്ഥത് ഇസ്ലാം നിശ്ചയിച്ച മാർഗേണ ആയതുകൊണ്ട് മാത്രം ഹലാലാവില്ല ഇസ്ലാമിൽ. മറിച്ച് അതിനുപയോഗിക്കുന്ന പണവും ശുദ്ധമായിരിക്കണം, എങ്കിലേ അത് ടോട്ടലി ഹലാലാവുള്ളൂ. അങ്ങനത്തെ സാധനമേ നമ്മൾ തിന്നാൻ പാടുള്ളൂ, അങ്ങനത്തെ സാധനമേ നമ്മളുടെ ഇണക്ക് കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ സാധനമേ നമ്മുടെ മക്കൾക്ക് നൽകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പലയിടത്തും പാളിപ്പോകും.